നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയാണുള്ളത്. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ. ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രൊഫസർ കെ രാഘവൻ നായർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. അദ്ദേഹത്തിനും ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താനുണ്ട്. നമസ്കാരം. പ്രേക്ഷകർക്കെല്ലാം എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. ഞാൻ ഈ ശാസ്താംകോട്ടയിൽ ജനിച്ച് ശാസ്താംകോട്ടയിൽ തന്നെ വളർന്ന് ശാസ്താംകോട്ടയിൽ തന്നെ ഈ മണ്ണിനോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ ഏതാണ്ട് 31 വർഷക്കാലം ഈ ശാസ്താംകോട്ട കോളേജിൽ തന്നെ ഇവിടെ കയറി ഇവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്തു. ഇതിനിടയിലൊക്കെ ചില ട്രാൻസ്ഫറുകളൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷേയൊക്കെ ഞാൻ അതിനൊക്കെ അതിജീവിച്ച് ഇവിടെ തന്നെ 31 വർഷക്കാലം എനിക്ക് പൂർണ്ണമായിട്ട് അധ്യാപനം നടത്താൻ സാധിച്ചു. അവസാനത്തെ ഒരു 6 വർഷക്കാലം ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കോളേജിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, പ്രശസ്തനായ ഏറ്റവും ഒരു വലിയ ധനാഢ്യനായ ശ്രീ രവിപിള്ളയെ കൊണ്ട് ആ കോളേജിലെ ഏതാണ്ട് കോമേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്ക് തന്നെ പണിയിച്ചു കൊടുത്തു. അതിൻ്റെ താല്പര്യവും നിർദ്ദേശവും മാനിച്ചാണ് ശ്രീ രവിപിള്ള അത് ചെയ്തു കൊടുത്തതെന്ന് എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. കാരണം അതിന് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും പ്രവാസി അവാർഡ്, ഏറ്റവും കൂടുതൽ ഭാരതീയ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയ വിദേശ തൊഴിലുടമ എന്നുള്ള നിലയിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഇവിടെ വെച്ച് വലിയ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിന് നന്ദി പറയവേ അദ്ദേഹം പറഞ്ഞു, രാഘവൻ സാർ പറയുന്ന, പ്രസാദ് സാർ പറയുന്ന ആള് അത് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രവിപിള്ള ഈ കോളേജിന് വേണ്ടി ഒരു കോമേഴ്സ് ബ്ലോക്ക് പണിയിക്കണം. ആ കോമേഴ്സ് ബ്ലോക്കിൽ നമുക്ക് അത്യന്താധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞതിന്റെ ഫലമായിട്ട് അദ്ദേഹം അത് അംഗീകരിച്ചു. ഞാൻ വിചാരിച്ചു ഒരു 40-50 ലക്ഷത്തിനായിരിക്കും പണി. പക്ഷേ അദ്ദേഹം 1.25 കോടി രൂപയ്ക്ക് 125 ലക്ഷം രൂപയ്ക്ക് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് പണിച്ചു തന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് 1-2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു മറ്റൊരു വിദ്യാർത്ഥിയെ കൊണ്ടും ഞാനും ശ്രീ ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന കോമേഴ്സിലെ മറ്റൊരു അധ്യാപകരും കൂടെ ചേർന്ന് 1.5 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് പണിയിക്കാൻ സാധിച്ചു. അങ്ങനെ ശാസ്താംകോട്ട കോളേജിന്, അതുപോലെ എൻ്റെ മറ്റൊരു വിദ്യാർത്ഥി ശ്രീ ഗീവർഗീസ് വൈദ്യൻ, അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആൾ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ആൾ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറുടെ സ്ഥാനത്ത് വരെ എത്തി. അദ്ദേഹം പ്രീ ഡിഗ്രി മുതൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്കീമിൽ പെടുത്തിക്കൊണ്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ പഠിപ്പിച്ച കോളേജിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട് എന്നുള്ളതിന് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. മറ്റു പലതിനേക്കാളൊക്കെ വളരെ പ്രഗത്ഭന്മാരുണ്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സാധിക്കാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഏതാണ്ട് 70 വയസ്സ് വരെ എനിക്ക് ശാരീരികമായിട്ട് യാതൊരു ക്ലേശങ്ങളും ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവിതചര്യയുടെ പ്രത്യേകത കൊണ്ട്. പക്ഷേ ഏതാണ്ട് 69-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് പറ്റിയതോടുകൂടി, അതിനുള്ള ആധുനികമായ ചികിത്സ കിട്ടിയതോടുകൂടി എൻ്റെ ജീവിതത്തിൽ പ്രഷറും അതുപോലെ തന്നെ ഷുഗറൊക്കെ വന്നു തുടങ്ങി. ഈ അടുത്ത ആണ്ട് വീണ്ടും ഒരു ആക്സിഡന്റ് പറ്റിയതോടുകൂടി അത് കുറച്ചുകൂടെ ദൂരമായി. അതില്ലായിരുന്നെങ്കിൽ ഒരു 120 വയസ്സ് വരെ എനിക്ക് ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഇല്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ 70 വയസ്സ് വരെ എനിക്ക് സാധാരണ പനി പോലും വന്നിട്ടില്ല. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ക്യാഷ് വലിയ അത് പ്രയോജനപ്പെടുത്തുന്ന ആളായിരുന്നില്ല. ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾ പലരും പിൽക്കാലത്ത് എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾ അമ്പലത്തിൽ വഴിപാട് നടത്തിയിട്ടുണ്ട്, സാർ ഒരു ദിവസമെങ്കിലും പനി വന്ന് സാർ വരാതിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാട് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. കാരണം സാറിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് മറ്റുള്ള സാറന്മാരുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാനൊക്കത്തില്ല. വളരെയധികം ശ്രദ്ധാലുക്കളായി ഇന്നലെ സാർ പിടികൂടും, ഞങ്ങൾ അവരുടെയൊക്കെ മുമ്പ് വെച്ച് പരിഹസിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിൻ്റെ ക്ലാസ് വളരെ പ്രയാസകരമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ വളരെ തികഞ്ഞ അച്ചടക്കത്തോടെ ഇരുന്നാലേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഉള്ള ഇതായിരുന്നു. അപ്പൊ ആ തരത്തിലാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. അവരൊക്കെ പിൽക്കാലത്ത് എന്നോട് വളരെ സ്നേഹബഹുമാനാദികൾ കാണിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പലരെയും എനിക്കിന്ന് സമൂഹത്തിന്റെ ഏറ്റവും മുൻപന്തിയിൽ എത്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരൊക്കെ ഇപ്പോഴും എന്നോട് നല്ല ബന്ധപ്പെടുന്നത്. അതിലൊന്നാണ് ശ്രീ രവിപിള്ള. ആ രവിപിള്ളയുടെ ഉത്കർഷത്തിനുമൊക്കെ
എനിക്ക് വളരെയധികം സംഭാവനകൾ ഒക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ സാധിക്കും. അതുപോലെ മറ്റൊരാളാണ് ഒരു ഗീവർഗീസ് വൈദ്യൻ. അദ്ദേഹം പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം, അന്ന് അദ്ദേഹത്തിന് 422 മാർക്കുണ്ട്, ഏതാണ്ട് 72% മാർക്കുണ്ട്. അന്ന് 72% മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം എനിക്ക് കണക്ക് പഠിച്ച് ഒരു അധ്യാപകനാകണമെന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അപ്പച്ചൻ പറഞ്ഞു, അത് അദ്ദേഹം 8-10 മക്കളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ വല്ല കോമേഴ്സോ വല്ലതും പഠിച്ച് ഒരു ജോലി എത്രയും വേഗം വാങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞാൽ അതിനപ്പുറം പറയുന്ന ആളായിരുന്നില്ല ഗീവർഗീസ്. അങ്ങനെ കോളേജിൽ വന്നു, പ്രിൻസിപ്പലിന്റെ മുറിയിൽ വന്നിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, സാർ, എൻ്റെ ഈ മകന് 422 മാർക്കുണ്ട്, അവന് കോമേഴ്സ് ഗ്രൂപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ അന്നത്തെ പ്രിൻസിപ്പൽ ദേഷ്യം കൊണ്ട് ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഇവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഇവൻ വല്ല കണക്കുകളെല്ലാം പഠിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവനെ കോമേഴ്സ് എടുത്ത് നശിപ്പിച്ചു കളയാനാണോ നിങ്ങളുടെ ശ്രമം എന്ന് വളരെ രോഷത്തോടെ ചോദിച്ചു. ഇത് കണ്ട് പിതാവ് വളരെ വിഷണ്ണനായി. അപ്പൊ അന്ന് കോമേഴ്സ് ഗ്രൂപ്പ് പഠിക്കുന്ന എനിക്കത് സഹിക്കാനൊക്കുന്നതായിരുന്നില്ല. ഞാൻ എണീറ്റിട്ട് പറഞ്ഞു, സാർ കോമേഴ്സിനെ പറ്റി എന്തറിയാം? ഇയാള് കോമേഴ്സ് പഠിച്ചാൽ ഒരു ബാങ്ക് മാനേജർ ആകും, അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ആകും. അങ്ങനെ തന്റെ ജീവിതം ഭാസുരമാകാൻ ഏറ്റവും പര്യാപ്തമായ സബ്ജക്ട് കോമേഴ്സ് ആണ്. അതുകൊണ്ട് അയാൾ കോമേഴ്സ് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടോ പിന്നെ പ്രിൻസിപ്പൽ ഒന്നും അനങ്ങിയില്ല. അങ്ങനെയാണ് അയാൾ കോമേഴ്സിൽ വന്നത്. ആ കോമേഴ്സിൽ വന്ന് പഠിച്ചു തുടങ്ങി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ലോവർ ഹയർ പാസ്സായി. ബികോം സെക്കൻഡ് ഇയർ ആയപ്പോൾ അന്ന് അടിയന്തരാവസ്ഥയൊക്കെ വന്നു. ആ അടിയന്തരാവസ്ഥയിൽ കാലത്ത് തന്നെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി കിട്ടി. അദ്ദേഹം അതിനങ്ങ് പോയി. എന്നാലും തേർഡ് ഇയർ എഴുതി റാങ്ക് കിട്ടി, തേർഡ് റാങ്ക് കിട്ടി. പ്രൈവറ്റായിട്ട് എംകോമിന് പോയി. ആ സമയത്ത് ബാങ്കിലും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എംകോമിനും പുള്ളി ഫസ്റ്റ് ക്ലാസ് കിട്ടി. അങ്ങനെ എംകോം കഴിഞ്ഞപ്പോഴേക്ക് 3 വർഷത്തെ സർവീസുമായി എംകോം കഴിഞ്ഞ് തുടർന്ന് പ്രൊഫഷണൽ ഓഫീസർ ടെസ്റ്റ് എഴുതി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PO ടെസ്റ്റ് എഴുതി അതിൽ ഉയർന്ന റാങ്ക് കിട്ടി. അങ്ങനെ അദ്ദേഹം പ്രൊഫഷണൽ ഓഫീസറായിട്ട് നിയമിതനായി. ഓരോ വർഷവും പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ആത്യന്തികമായിട്ട് അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റ് വരെ എത്തി. ഞാൻ ഇപ്പോഴും ആ വൈദ്യനുമായി എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധമുണ്ട്. അതുപോലെ മറ്റൊരാളാണ് ഇന്ന് തൻസാനിയയിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ ഫസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടുള്ള ശ്രീകുമാർ. ആ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൾ സൈനിക സ്കൂളിൽ പഠിച്ച ആളാണ്. അവിടത്തെ പഠിത്തത്തിന് ശേഷം അദ്ദേഹത്തിന് കോമേഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നു, ബികോം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അക്കാലത്ത് പ്രീ ഡിഗ്രിയുടെ കോമേഴ്സ് ഒന്നും പഠിച്ചുള്ള ആളല്ല. എന്നാൽ ഉയർന്ന മാർക്കുള്ളത് കൊണ്ട് അന്നത്തെ പ്രൊഫസർ ഒരു കണ്ടീഷന് വിധേയമായിട്ട് അദ്ദേഹത്തിന് ബികോം അഡ്മിഷൻ കൊടുത്തു. കണ്ടീഷൻ ഇതാണ്, 6 മാസത്തിനകം പ്രീ ഡിഗ്രിയിൽ പഠിക്കേണ്ടുന്ന കോമേഴ്സ്, അക്കൗണ്ടൻസി സഹിതമുള്ള കോമേഴ്സ് വിഷയങ്ങൾ 6 മാസം കൊണ്ട് പഠിച്ച് തീർക്കണം എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് വൈദ്യനും ചേർന്നു, അദ്ദേഹം ചേർന്ന്, ശ്രീകുമാർ ചേർന്നു. എൻ്റെ അടുത്ത് ട്യൂഷൻ വന്നു. ഞാൻ പിന്നെ പഠിപ്പിച്ച 2 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രീ ഡിഗ്രി ലെവൽ 2 വർഷം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ ബികോമിന് പിന്നെ ഹൈ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തുടർന്ന് CA പോയി. CAയിൽ ഉയർന്ന റാങ്ക് കിട്ടി. ഇന്ന് അദ്ദേഹം ടൻസാനി എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ഒരു വലിയ ചാർട്ടേഡ് അക്കൗണ്ട്, അദ്ദേഹം അവിടുത്തെ ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് കൊടുത്തു. അദ്ദേഹം അവിടെ വളരെ ഉയർന്ന നിലയിലെത്തി. അവിടുത്തെ പ്രസിഡന്റിന്റെ, ആ രാജ്യത്തിലെ പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസർ പോസ്റ്റ് വരെ എത്തി. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അതുപോലെ അനേകം വിദ്യാർത്ഥികൾ അന്ന് പഠിക്കുന്ന കാലത്ത് പ്രയാസകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിൽക്കാലത്തൊക്കെ അവർക്കൊക്കെ എന്നോട് വളരെ വലിയ ബഹുമാനം, ഗുരു ശിഷ്യ ബന്ധം പോലെ, അതായത് പൗരാണിക കാലത്ത് ഗുരുകുല ശിഷ്യ ബന്ധം പോലെ തന്നെ വളരെ സ്നേഹബന്ധങ്ങൾ, ആദരവൊക്കെ കാണിക്കുന്ന അനേകം വിദ്യാർത്ഥികൾ എനിക്കുണ്ട് എന്ന് വളരെ സന്തോഷപൂർവ്വം പറയാൻ എനിക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെ അനേകം കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് ക്യാഷ് ലീവ് പോലും എടുക്കാറില്ലായിരുന്നു. മിക്കവാറും എല്ലാ ലീവും ഞാനത് ക്യാൻസൽ ചെയ്യായിരുന്നു. ഞാൻ എൻ്റെ അധ്യാപനമാണ് എൻ്റെ ചോറ് എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഞാൻ.
അതുകൊണ്ട് ചോറ് വിട്ടുള്ള കളി ഞാൻ നടത്തിയിട്ടില്ല. അത് ഞാൻ എൻ്റെ ക്ലാസ് എടുക്കാൻ കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ആ കാലത്തൊക്കെ എനിക്കറിയാം, ഞാൻ കയറിയ അടുത്ത ദിവസം മുതൽ തന്നെ ലൈബ്രറിയുടെ ചാർജ് എനിക്കായിരുന്നു. ആ ലൈബ്രറിയുടെ ചാർജിന്റെ ഫലമായിട്ട് എന്താണ്, ഞാനൊരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് 5 മിനിറ്റ് ലെഷറുണ്ട്. ആ ലെഷർ സമയത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് വിദ്യാർത്ഥികൾ പുസ്തകത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ നിന്ന് വന്ന് ഒന്ന് വിശ്രമിക്കുക പോലും ചെയ്യാതെ ഈ കുട്ടികൾക്ക് പുസ്തകം കൊടുക്കും. അത് കഴിഞ്ഞ് തുടർന്ന് ഉടനെ അങ്ങ് അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്രമവും ഇല്ലാതെ ആണ് ഞാൻ ഈ 31 വർഷക്കാലവും ഇവിടെ അധ്യാപനം നടത്തിയത് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ എൻ്റെ തൊഴിലിൽ ഞാൻ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചു. അതിൻ്റെ പ്രതിഫലം എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സ്നേഹബഹുമാനാദികൾ അത്രത്തോളമുണ്ട് എന്ന് സന്തോഷപൂർവ്വം ഞാൻ പറയുന്നു. ഇങ്ങനെ അനേകം കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു.